അധ്വാനവും പ്രയത്നവും ആലോചനയുമുണ്ട്. 2024 ജൂൺ 30 നമ്മുടെ പ്ലാറ്റിനം ജൂബിലി വളരെ ആഘോഷപൂർവ്വം നാം നടത്തുകയുണ്ടായി. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജൂബിലിയോടനുബന്ധിച്ച് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് നൽകി തന്ന കാര്യം അറിയാം. ഈ ജൂബിലി പ്രവർത്തനങ്ങളുടെ പരിസമാപ്തി എന്ന നിലയിലും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുന്നത്. കാരണം സുവനീർ എന്ന നമ്മുടെ ഒരു വലിയ ആഗ്രഹം പൂർത്തിയാകുന്ന ദിനം കൂടിയാണ് ഇന്ന്. അതോടൊപ്പം ഈസ്റ്റ് കേരള ഡയോസിസ് ഏറ്റവും അഭിമാനം കൊള്ളുന്ന മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഏറ്റവും ആദരണീയനായ റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് തിരുമേനി CSI ഡെപ്യൂട്ടി മോഡറേറ്റർ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടുവല്ലോ. ഈ ഒരു അവസരം തിരുമേനിക്ക് സ്വീകരണം നൽകുന്നതിനും പ്ലാറ്റിനം ജൂബിലി സുവനീർ പ്രകാശനം നടത്തുന്നതിനുമായി നാം വിനിയോഗിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. ഈ പ്രോഗ്രാം സാന്ദർഭികമായിട്ട് വേദിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. CSI സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്റർ, CSI ഈസ്റ്റർ മഹാനഗരയുടെ വിശുദ്ധമായ അഭിമന്യ VS ഫ്രാൻസിസ് തിരുമേനി, CSI സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്റർ കൊച്ചമ്മയും, CSI ഈസ്റ്റ് കേരള മഹാനഗരയുടെ വുമൻസ് ഫെലോഷിപ്പ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമതി ഡാലി ഫ്രാൻസിസ് കൊച്ചമ്മ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ശ്രീമതി ജെസി ജോസഫ്, നമുക്ക് ഏവർക്കും പ്രിയങ്കനായിട്ടുള്ള നമ്മൾ പിതാവിനെ സ്നേഹിക്കുന്ന നമ്മുടെ പേട്രൻ ശ്രീ AJ ഐസക് അമ്പഴശ്ശേരി സർ, OISA പ്രസിഡന്റ് ശ്രീ സണ്ണി മാത്യു വടക്കേ മർദിനാൻ സർ, OISAയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ടീച്ചർ ബെഞ്ചമിൻ സാർ, എല്ലാ പ്രീതിയുടെ ആവശ്യം സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബ്രില്യൻ ടീച്ചറായിട്ടുള്ള പ്രിയപ്പെട്ട റോയ് തോമസ് സാറ്, അതുപോലെ അധ്യാപകനായിട്ടുള്ള ജോസഫ് സാറ്, നമുക്ക് ഏവർക്കും പ്രിയങ്കയായിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കും, ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ്, ജോസഫ് ചാക്കോടിക്കൽ സർ, അതുപോലെ PJ ജോലി കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഹെഡ് മിസ്സസ് ശ്രീമതി ലീല നാരായണ ടീച്ചർ, മറ്റുള്ള അധ്യാപകരെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഏവർക്കും ഏറ്റവും ഊഷ്മമായിട്ടുള്ള അഭിവാദനങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. റീഅറേഞ്ച് ചെയ്യാനത് പറ്റിയില്ല, അതുകൊണ്ട് അല്പം തിരക്ക് കൂടിപ്പോയി. ഈ പ്ലാറ്റിനം ജൂബിലി സൂര്യപ്രകാശത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛാ ഞാനത് പറഞ്ഞു, നിങ്ങളെല്ലാവരും പ്രകാശനം ചെയ്താൽ മതിയല്ലോ, ഞാൻ എന്റെ മെയിൻ പ്രോഗ്രാമിന് വന്നതാണല്ലോ എന്ന് പറയുണ്ടായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്കറിയാലോ, അച്ഛന്റെ രീതി അറിയാമല്ലോ. അച്ഛൻ പറഞ്ഞു അത് പറ്റത്തില്ല തിരുമേനിയും വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഡെപ്യൂട്ടി മോഡറേറ്റർ ആയാലും ഒരു സ്വീകരണം കൂടെ നൽകണം എന്ന് അവരെല്ലാം കൂടെ ആഗ്രഹിക്കുന്നു. ഇനി ഇത് അച്ഛൻ പറഞ്ഞതാണോ എന്നൊന്നും ഞാൻ എടുത്ത് ചോദിച്ചില്ല. നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞതാണോ? അച്ഛന്റെ രീതിയൊക്കെ കുറച്ചൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനതെല്ലാം ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വിചാരിച്ചു. വളരെ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സ്കൂളിന്റെ ഈ 75 വർഷം പിന്നിട്ട് 2 വർഷം കൂടെ പിന്നിട്ട് നിൽക്കുന്ന ഈ സമയത്ത് ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം ഇടയാകുന്നത്.
ഒരു ചടങ്ങിന് സാക്ഷികളായിട്ടാണ് നമ്മൾ ഓരോരുത്തരും കൂടിയിരിക്കുന്നത്. നമ്മുടെ 2 നല്ല കാര്യങ്ങളിലൂടെ ഇന്ന് സ്കൂളിൽ നടക്കുകയുണ്ടായി. ഒന്ന്, സുവനീറിന്റെ അവതരണവും അതിന്റെ പ്രകാശനവും. ഒരു സുവനീർ നിർമ്മിക്കുന്നതിന്റെ, അത് കൊണ്ടു നടക്കുന്നതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ശ്രീ മനോജ് ഇവിടെ പറയുകയുണ്ടായി. വളരെ അർത്ഥവത്തായ കാര്യങ്ങൾ തന്നെയാണ് മനോജ് ഇവിടെ പറഞ്ഞത്. കാരണം ഞങ്ങളും കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സഭയുടെ വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു സുവനീർ പ്രകാശനം ചെയ്തു. അതെ, ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് ഒരു സുവനീറിന്റെ പ്രകാശനത്തിലേക്ക് വരുന്നത്. ഇത് പറഞ്ഞത് അതിന്റെ പ്ലസ് പോയിന്റ്സും അതിന്റെ മൈനസ് പോയിന്റ്സും ഒക്കെ മാഗസിൻ ഉണ്ടാവും. കാരണം ഒരു മാഗസിൻ പുറത്തിറക്കുന്നത് അത്ര എളുപ്പമല്ലാന്ന് മനസ്സിലാക്കിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. കാരണം ഇത് പ്രിന്റ് ചെയ്ത് കിട്ടണമെങ്കിൽ അതിലേറെ ചെലവുണ്ട്. അത് പണമായിട്ട് തന്നെ കിട്ടണം. അപ്പൊ പരസ്യങ്ങൾ കണ്ടെത്തുകയായിരുന്നു ആദ്യ ഉപാധി പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് കച്ചവടങ്ങൾ കുറയുകയും പല സ്ഥാപനങ്ങളും അതിനു പറ്റിയ സാമ്പത്തിക സഹായം നൽകാതെയും വന്നപ്പോൾ അത് നടക്കുമെന്നുള്ള പ്രതീക്ഷ പോയി. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ഒരു കണ്ടെത്തല് പല കണ്ടു ചെല്ലുമ്പോഴും അവർ നമ്മളെ മാറ്റി നിർത്തും, അല്ലെങ്കിൽ കച്ചവടം കുറവാണെന്ന് പറയും. അങ്ങനെ ഒരു വലിയ പ്രയാസമാണെങ്കിലും ഏകദേശം 87,000 രൂപയോളം പിന്നീട് നമുക്ക് ലഭിക്കുകയുണ്ടായി. പ്രിന്റിംഗ് ഏറെ മുടങ്ങിയപ്പോൾ ഒരു നല്ല പ്രതീക്ഷയായിട്ട് റോയ് സാർ തന്ന ഒരു 10,000 രൂപയുണ്ട്. ആ 10,000 രൂപ വന്നപ്പോൾ പ്രിന്റിംഗ് നമ്മുടെ കയ്യിൽ തമ്മിലൊരു വലിയൊരു ചെറുത് തന്നെയായിരുന്നു. കിട്ടിയ സംഭവം എല്ലാം വലുതാണെങ്കിൽ തന്നെയും അത് ഒരു ഐശ്വര്യമുള്ള ഒരു തുടക്കമായിരുന്നു. പേപ്പറിൽ മഷി കൊള്ളാൻ വേണ്ടി സഹായിച്ച ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. മറ്റൊരു പ്രധാന തടസ്സം എന്ന് പറയുന്നത് പണമുണ്ടെങ്കിലും നല്ല മാറ്റർ വേണം. അതിനുവേണ്ടി ധാരാളം ആളുകളെ ക്ഷണിച്ചുവെങ്കിലും അക്ഷരങ്ങൾ എഴുതി ആശയങ്ങൾ അക്ഷരങ്ങളാക്കി തന്നത് വളരെ ചുരുക്കമായിരുന്നു. അത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും ഇവിടുന്ന് വിവിധ തലങ്ങളിൽ നേട്ടം കൈവരിച്ചവരുമായ നമ്മുടെ സ്വന്തപ്പെട്ടവരാണ് അതിനകത്തുള്ളത്. അപ്പൊ അങ്ങനെ ഒരു മാറ്റർ ലഭിക്കുന്നതിന് തടസ്സം ഉണ്ടായിരുന്നു. പിന്നീട് പ്രൂഫ് റീഡിംഗ് ആണ്. പല തലങ്ങളിലൂടെ പല ഘട്ടങ്ങളിലൂടെ പ്രൂഫ് റീഡിങ്ങുമായി ബന്ധപ്പെട്ട് ഡിസൈനും വർക്കുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടും കുറെ പ്രൂഫ് റീഡിംഗ് കഴിഞ്ഞിട്ടും പ്രസ്സുകാർ ഒന്നുകൂടെ വായിച്ചു നോക്കും. അപ്പോഴും അവിടെ ചില അക്ഷരത്തെറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലൊരു നീണ്ട പ്രൂഫ് റീഡിംഗ് ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതില് അവശേഷിക്കുന്ന അക്ഷരത്തെറ്റുകൾ, അതായത് ശില്പങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ എവിടെയെങ്കിലും കുറവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അപൂർണതയാണ്, മനുഷ്യന്റെ അപൂർണതയാണ് കുറിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അക്ഷരത്തെറ്റുകൾ അത് വായിച്ച് കണ്ടെത്തുവാനുള്ള ഒരു അവസരം വായിക്കുന്ന ഹൃദയങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഒരു വലിയ സഹായം കൊണ്ടാണ് സോവനീർ ഇന്ന് പൂർത്തീകരിക്കുന്നത്. അതില് ഏറ്റവും വലിയ ഉത്പ്രേരകമായിട്ട് പ്രവർത്തിച്ചത് പ്രിയമുള്ള ഐസക് സാറാണ്. ഐസക് സാർ ചോദിക്കും, എവിടം വരെ മനോജെ പ്രതീക്ഷിച്ച് ഏറെ ഏൽപ്പിച്ചു വന്നു. അപ്പൊ അതെല്ലാം പറഞ്ഞപ്പോൾ ഒരു ചീഫിട്ടുന്ന പേര് വന്നുകൊണ്ട് അതിന്റെ ഫൈനൽ അവസാനത്തെ ഉത്തരവാദിത്തമൊക്കെ കയ്യിൽ വന്നപ്പോൾ വലിയ ഭാരമായിരുന്നു. നടക്കുമെന്നൊരു സ്വപ്നം പോലും വിചാരിച്ചില്ല. പക്ഷെ സാറ് പറഞ്ഞ വാക്കുകള് അതിന്റെ വേഗത പൂർത്തീകരിക്കുവാനും പിന്നീട് സിബിസാറൊക്കെ അതിന്റെ മറ്റു പ്രശ്നങ്ങൾ പൂർത്തീകരിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇത് നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ചടങ്ങിൽ പൂർത്തീകരിക്കണമെന്ന് ഉള്ള ദിവസം വന്നപ്പോൾ അപ്പൊ ഇന്ന് തിരുമേനിയുടെ ഡേറ്റ് ആണ് ചോദിച്ചത്. ആ ഡേറ്റ് അവിടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗം വൈകുന്നേരം കൊണ്ട് അതിന്റെ ബൈൻഡിങ് പൂർത്തീകരിച്ച് എനിക്ക് ഒരു പുസ്തകം കൊണ്ടുവരികയായിരുന്നു. അതിന് പ്രാർത്ഥനയുടെ വലിയൊരു കരുതലായ ശക്തിയുണ്ട്, പണം തന്ന ഒരു ശക്തിയുണ്ട്, നല്ല ലേഖനങ്ങൾ എഴുതി തന്ന സഹൃദയരുണ്ട്, പരസ്യങ്ങൾ തന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നേതൃത്വത്തില് അധ്യാപകരും അതുപോലെ തന്നെ ബേബി സാറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ MLA-യും MP-യും എല്ലാവരും ഒന്നിച്ചൊരു ടീമായി നമ്മൾ ഈ സ്കൂളിന് വേണ്ടി ഏതാണ്ട് 10-35 ലക്ഷത്തോളം രൂപയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ ഒരു സ്കൂളിലും നടക്കാത്ത രീതിയിൽ നമ്മൾ ഈ സ്കൂളിൽ നമുക്ക് കൂട്ടായി ചെയ്യുവാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അഭിമാനമുണ്ട്. അതിന്റെ സമാപനം ഇന്ന് നമ്മുടെ പ്ലാറ്റിനം ജൂബിലി സുവനീർ നമ്മൾ പ്രകാശനം ചെയ്തതോടെ ആ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപനമാണ്.